എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കൻ, അതിലേക്ക് ആവശ്യമായ ടൊമാറ്റോ, ഓനിയൻ, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്, ക്രഷ്ഡ് ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, മല്ലിയില എന്നിവ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെന്ന് നോക്കാം. അതിനായി 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, അല്പം തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പനേരം മാറ്റി വെക്കുക. ഈ സമയം നമുക്കൊരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ്, അല്പം വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, കനം കുറഞ്ഞെരിഞ്ഞ സവാള എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിങ്ങൾക്ക് മുന്തിരി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തതിനാൽ ഞാൻ ആഡ് ചെയ്തിരുന്നില്ല. ഇനി നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആ എണ്ണയിൽ തന്നെ ബിരിയാണി മിക്സൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ കഴുകി മാറ്റി വെച്ച അരിയുടെ അളവിൻ്റെ ഡബിൾ എന്ന രീതിയിൽ വെള്ളം ചേർത്ത് അതിലേക്ക് അരിയും ആഡ് ചെയ്ത് അല്പം മല്ലിയിലയും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊന്ന് അരിയുടെ വേവൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ അരി ഏകദേശം കറക്റ്റ് വേവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് ആവശ്യമായ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്കതിൽ ക്രഷ് ചെയ്ത ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നല്ലൊരു മൂപ്പെത്തുന്നവരെ നമ്മൾ അത് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാല ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മസാല ചേർത്ത് നേരത്തെ ചെയ്ത ചിക്കൻ ഫ്രൈയോടൊപ്പം മിക്സ് ചെയ്ത് നമ്മൾ ബിരിയാണിയിലേക്ക് ദം ഇടുകയാണ് ചെയ്യുന്നത്. അതിനായി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, സവാള എന്നിവയൊക്കെ ചേർത്ത് ദമ്മിട്ട് എൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗായതുകൊണ്ട് തന്നെ കുറേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും വരും വീഡിയോകളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.